ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് തീരെ വയ്യ കേട്ടോ, കഫക്കെട്ടും ഒക്കെ ആയിട്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് ഞാൻ നല്ലൊരു ആലപ്പുഴ വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ ആലപ്പുഴയ്ക്ക് പോവാണ്. കരുനാഗപ്പള്ളിയിൽ നിന്ന് നേരെ ആലപ്പുഴയ്ക്കാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യമിടുന്നത് കൈനഗിരിയാണ്. ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി പോയിട്ട് ഞങ്ങൾക്ക് 8ൻ്റെ പണി. ഗൈസ്, ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി വന്നതാണ്. റോഡ് ഇവിടെ അവസാനിച്ചു. അവിടെ കുറച്ച് ബാരിക്കേഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ ഒരു ഗ്യാരേജിലേക്കാണ് റോഡ് അവസാനിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് റോഡില്ല. ഞങ്ങൾക്കും കിട്ടി ഗൈസ്. ഗൂഗിൾ അമ്മച്ചി ചതിച്ചു. ഇതുവരെ കേട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇത് ജിസ്നയുടെ വോയിസ് ആട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാനത് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്താണ്. അപ്പോൾ ഞങ്ങളിതാ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കിപ്പോയിട്ട് ജിസ്ന പറഞ്ഞതുപോലെ നല്ല 8ൻ്റെ പണിയൊക്കെ കിട്ടി. അവിടെ നിന്ന് തിരിച്ച് വേറെ റൂട്ടൊക്കെ കയറി. ഇത് ആലപ്പുഴ സിറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അത് കയറുന്ന സമയത്തുള്ളൊരു വ്യൂ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ആലപ്പുഴ വന്നിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇത്. ഞാനും മക്കളൊക്കെ ഫസ്റ്റ് ടൈമാണ് ആലപ്പുഴ വരുന്നത്. പിന്നെ റീൽസൊക്കെ കാണുമ്പോഴേ ഞാൻ ഇങ്ങനെ നോട്ടിട്ട് വെച്ചൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ആലപ്പുഴ എന്ന് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആലപ്പുഴ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ പോയി പോകുന്നത് കൊണ്ട് കാര്യമില്ല. നമുക്ക് ആ ഒരു ഗ്രാമഭംഗി നമുക്ക് എന്താ പറയുക ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ആലപ്പുഴ സിറ്റി വിട്ട് കുറച്ചുകൂടി റൂറലായിട്ട് ഉള്ളോട്ടേക്ക് കയറി ചെല്ലുന്ന വേണം. അപ്പോൾ ഞങ്ങൾ ലക്ഷ്യമിട്ടത് കൈനഗിരിയാണ്. നിങ്ങൾക്കൊക്കെ ഫേമസ് ആയ സ്ഥലമാണ്. പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും ഷൂട്ട് ചെയ്ത സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് പോകാൻ വെച്ചത്. പക്ഷേ നമുക്കുണ്ട് അവിടെ കുറേ ഫുട്പാത്തും അതുപോലെ ഇടുങ്ങിയ വഴികളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ വണ്ടി കൊണ്ട് പോയാൽ പെട്ടുപോകും. അതുകൊണ്ട് ഞങ്ങൾ അതിന് നേരെ ഓപ്പോസിറ്റാണ്. പക്ഷേ ഞങ്ങൾ ആ ഷൂട്ടിംഗ് സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. അവിടെ നിന്ന് എനിക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ അടുത്ത് സാധാ ഒരു ഫോണാണുള്ളത്. ക്യാമറയിലൊന്നുമല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത്ര സൂം ചെയ്തെടുക്കുമ്പോൾ അത്ര ക്ലാരിറ്റി കിട്ടിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒഴിവാക്കിയത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളത് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അത് കയറുന്ന സമയത്തുള്ളൊരു വ്യൂ ആണിത്. 2 സൈഡിലും ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ വീഡിയോൻ്റെ ലെങ്ത്തിൻ്റെ ഒരു ഒറ്റ പ്രശ്നം കൊണ്ട് എനിക്ക് ഒഴിവാക്കേണ്ട ഒരു സ്റ്റേജ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം, നമ്മൾ ഇത്രയും എന്താ പറയുക ഇങ്ങനെ വാഹനങ്ങളൊക്കെ ആയി പോകുമ്പോൾ എതിർ സൈഡിൽ നിന്ന് നമുക്കൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് സൈഡ് കൊടുക്കാൻ തന്നെ നിങ്ങൾക്ക് കാണാം വീഡിയോസ്. നമുക്ക് എവിടെയില്ല, ഒരു സൈഡ് ഫുള്ള് കായലാണ്, മറ്റേ സൈഡിൽ അതിനനുസരിച്ച് വീടാണ്. അപ്പോൾ നമുക്ക് എവിടെയല്ല ഒരു വണ്ടിയോ ഓട്ടോയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഞങ്ങൾ 2-3 തവണ ഭയങ്കരമായിട്ട് പെട്ടുപോയിട്ടുണ്ട്. ബാക്കടിച്ചും എന്തൊക്കെയോ കാണിച്ചിട്ടാണ് ഫ്രണ്ടിലോട്ടെടുത്ത് പോയത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സീനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഉള്ളോട്ടയൊക്കെ കയറുമ്പോൾ നിങ്ങൾ മാക്സിമം അതുകൂടി പരിഗണനയിൽ വെച്ചിട്ട് വേണം കേട്ടോ വരാൻ വേണ്ടിയിട്ട്. പിന്നെ പറയുകയാണെങ്കിൽ സച്ചുമോനായാലും ലച്ചുമോളായാലും 2 പേരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ നാട്ടിൽ ഒരു ഒളോപ്പാറ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെയാണ് നമ്മൾ പോയത്. പക്ഷേ അവിടെയൊന്നും ഇത്ര ബോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവർ 2 പേരും 2 വിൻഡോ സീറ്റൊക്കെ പിടിച്ച് 2 സൈഡ് നോക്കിയിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് എന്തായാലും. ഞങ്ങൾക്ക് നേരത്തെ ഗൂഗിൾ അമ്മച്ചി ഞങ്ങളെ ചതിച്ചത് കൊണ്ട് ഞങ്ങൾ ഗൂഗിളൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ വണ്ടിയിൽ ഡീസലുണ്ട്, മുന്നിൽ റോഡുണ്ട്, എവിടെ വരെ പോകും അവിടെ വരെ പോകാം എന്നുള്ള മട്ടിലാണ്. അങ്ങനെ കുറേ പോയി നല്ലൊരു ബ്രിഡ്ജ് കണ്ടു കേട്ടോ. നല്ല എന്താ പറയുക അടിപൊളിയായിരുന്നു കേട്ടോ. അതിൽ കയറ്റാൻ കുറച്ച് റിസ്ക്കാണ്. പിന്നെ ദിവിലേട്ടൻ തന്നെയാണ് വണ്ടി എടുത്തത്. പിന്നെ സൈഡിൽ ഏട്ടനുള്ളത് കൊണ്ട് ദിവിലേട്ടനൊരു കംഫർട്ടായി. പിന്നെ ഏട്ടന് അവരങ്ങോട്ട് സെറ്റാക്കി കേട്ടോ. അത് ചിലപ്പോ സെന്റർ സിനിമയാണ്. അങ്ങനെ ഞങ്ങൾ ആ ബ്രിഡ്ജെല്ലാം കയറി ഇറങ്ങുകയാണ് കേട്ടോ. എനിക്ക് എന്തായാലും നല്ല പേടിയുണ്ടായിരുന്നു. കാരണം നമ്മുടെ വാഹനത്തിനൊത്ത സൈസ് പക്ക കറക്റ്റ് 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ല. നമ്മൾ എന്തായാലും ദിബിലേട്ടൻ പറഞ്ഞതുപോലെ ഞങ്ങളെ സംബന്ധിച്ച ഒരു അഡ്വഞ്ചർ ട്രിപ്പാണ് കേട്ടോ ഇത്. പിന്നെ അതാ മുന്നിൽ കണ്ടോ ഒരു ഓട്ടോ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് പെട്ടുപോയെന്ന്. പക്ഷേ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു കേട്ടോ. പിന്നെ ഒന്നാമത്തെ കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലാണ്. കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നമുക്കൊരു വലിയ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരു വലിയ മരങ്ങളോ ഒരു സൈഡിൽ നിർത്തുക അങ്ങനത്തെ ഒരു തണലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുള്ള് കായലും അതേപോലെ വയലും ഒക്കെ ആയതുകൊണ്ട്
പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം സമയം ഒരു 1 മണി 2 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ കരുനാഗപ്പള്ളിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അതിന് ശേഷം ഞങ്ങൾ റോഡ് സൈഡിൽ എന്താ പറയുക ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടുന്ന് കുറച്ച് ഗുവ, അതേപോലെ ഓറഞ്ച്, അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് കഴിച്ചു എന്നല്ലാതെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ മക്കൾ 2 പേരുണ്ട്. അവർക്ക് നിങ്ങൾക്കറിയാലോ, അവരെ സംബന്ധിച്ച് എനിക്കുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ അവരെ മര്യാദയ്ക്ക് എന്തെങ്കിലും തീറ്റിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. കാരണം ഫുഡ് അവർ വിശക്കുന്നതെന്ന് പറഞ്ഞ് ഇന്നേ വരെ ഞാൻ കേട്ടിട്ടില്ല. എന്ത് കൊടുത്താലും കഴിക്കാത്ത ടീംസാണ്. പക്ഷേ ബേക്കറി ഐറ്റംസ്, ഐസ്ക്രീം അത് ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തികളാണ് കേട്ടോ. ഒട്ടുമിക്ക എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയായിരിക്കും. എന്നാലും ഞങ്ങളിങ്ങനെ ഫുഡും അന്വേഷിച്ച് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾക്കറിയാം നല്ല വെയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവിടെ നല്ല ഹോംലി ആയിട്ട് ഫുഡ് കിട്ടുന്ന സ്ഥലമാണെന്ന്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ. നല്ല നല്ല അടിപൊളിയായിട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ എന്താ പറയുക, അടിപൊളി, ഒന്നും പറയാനില്ല. കുറച്ച് ആലപ്പുഴയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഉള്ളോട്ടേക്ക് എത്തിയാൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളടുത്ത് അഭിയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആലപ്പുഴ പോയിട്ട് കാര്യമില്ല, കാരണം ഫുഡൊന്നും നമുക്ക് അത്ര പക്ക നല്ല രീതിയിൽ കിട്ടൂല, നമ്മൾ കാണുന്നത് പോലെയൊന്നും നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലെ കിട്ടൂല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ പോകണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ രാത്രി ഫുള്ള് ഇരുന്ന് ഞാൻ നല്ലോണം സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നി കൈനഗിരി അത്യാവശ്യം ഓക്കെ ആണെന്ന്. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ ദാ ഇവിടെ വീടാണ്. വീടിനോട് ചേർന്നിട്ട് ഒരു ഹോട്ടലായിട്ട് അവർ നടത്തുകയാണ് കേട്ടോ. അമ്മൂസ് റെസ്റ്റോറൻ്റ് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ അവർ പറഞ്ഞു യൂട്യൂബിലിടണമെന്ന്. അപ്പം എന്താ നല്ല ഗാർഡനിങ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. നമുക്ക് ഹോംലി ഫുഡ് എന്ന് പറയുന്നതിൽ ടേസ്റ്റ് മാത്രമല്ല നമുക്ക് എന്താ പറയുക ആ ഒരു വൈബും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ അവിടെ 2-3 ആളുകളുണ്ട്. അവർ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ഉള്ളോട്ട് ഇറങ്ങി. പിന്നെ ദിബിലേട്ടൻ ലക്ഷ്യമിട്ടത് കള്ളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ എഡിറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് യൂട്യൂബാണല്ലോ, അപ്പോൾ ഞാൻ അത്രയും കാര്യങ്ങളൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് നല്ല അടിപൊളി മധുരക്കള്ളൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങളതൊക്കെ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാനും കുറച്ച് ടേസ്റ്റ് ചെയ്തു കേട്ടോ. മക്കൾ കഴിച്ചിട്ടില്ല, ഞാൻ കൊടുത്തിട്ടുമില്ല. പിന്നെ ഇതവിടെയുള്ള ഒരാളാണ് കേട്ടോ, നമുക്ക് വെയിറ്ററാണ്. അപ്പോൾ അവർ വന്നിട്ട് മൂപ്പര് പേര് എൻ്റെ അടുത്ത് മറന്നുപോയി, പ്രത്യേകം എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നാമത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വിട്ടുപോയതാണ് ആളുടെ പേര്. അപ്പോൾ ആദ്യം തന്നെ അവർ ഫുഡ് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് കപ്പ് ഓർഡർ ചെയ്തു. പിന്നെ മീൻ കറി, അതേപോലെ ചോറ്, പിന്നെ അതിൻ്റെ കൂടെ സെപ്പറേറ്റ് സാമ്പാറുണ്ടായിരുന്നു, രസം, അതേപോലെ മോര്, അതൊക്കെ ഉണ്ട്. പിന്നെ ഓലൻ, പിന്നെ പുളിശ്ശേരി. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ഫിഷിന് പറഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്ന് റേറ്റൊക്കെ പറഞ്ഞു തന്നു. ഇതാകുമ്പോൾ 600 ഇത് 400 ഇത് 3 750 ഇത് 1 900 ഇത് 2 ആകുമ്പോൾ 1000 ഇതാകുമ്പോൾ 600 ഇതിനാകുമ്പോൾ 350 സംഭവം 300. പിന്നെ അത് ആ വലിയൊരു കൊഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാനത് കയ്യിലെടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ഏട്ടൻ കയ്യിലെടുത്തു. പിന്നെ സച്ചുമോനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരിതാ നല്ല ഇലയൊക്കെ കൊണ്ടുവച്ചു. പിന്നെ ആദ്യം അച്ചാറ്, പിന്നെ ക്യാബേജിൻ്റെ ഉപ്പേരി വിളമ്പി, പിന്നെ എന്താണ് കപ്പയും ഫിഷ് കറിയും ആദ്യം കൊണ്ടു തന്നു കേട്ടോ, കള്ളും കൊണ്ടു തന്നു. പിന്നെ കുറച്ച് പച്ചടി, അതുപോലെ കുറച്ച് ഓലൻ, കിച്ചടി, നേരത്തെ പറഞ്ഞ ഐറ്റംസൊക്കെ കൊണ്ടു തന്നു. പിന്നെ നല്ല ചോറ് കേട്ടോ. ഞാൻ റൈസ് ഏതാണെന്നൊന്നും എനിക്ക് ചോദിക്കാൻ പറ്റില്ല, നല്ല റൈസായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു റൈസ് കാണുന്നത്. ചിലപ്പോൾ നാട്ടിലൊക്കെ ഉണ്ടാവാതെയൊന്നും ഇരിക്കത്തില്ല, കാരണം ഞങ്ങളെന്തായാലും യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നല്ല റൈസാണ്, കുറച്ച് നീളനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ അതിൻ്റെ പേര്. പിന്നെ ഇതാ ചോറൊക്കെ വിളമ്പി. പിന്നെ ഫിഷ് കറി, ഇതാ രസം, മോര്, അങ്ങനത്തെ ഐറ്റംസൊക്കെ വേറെയും വന്നു. പിന്നെ ഫിഷിൻ്റെ കറി നല്ല അടാറ് റെഡ് കളറാട്ടോ, ഫുഡ് കളറായിരിക്കും. അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട, കാരണം കറിക്ക് അത്ര എന്താ പറയുക എരിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് കാശ്മീരിയും ഫുഡ് കളർ എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം കാശ്മീരിൻ്റെ കളർ മാത്രമല്ല നമുക്കറിയാമല്ലോ. അപ്പോൾ എന്തായാലും പക്ക ഫുഡ് കളറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല, നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു, അടിപൊളി, ഒന്നും പറയാനില്ല. ഞാൻ എന്തായാലും ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. മോളും കഴിച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ, അതുപോലെ തന്നെ മോൻ കഴിച്ചിട്ടുണ്ട്, മോന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര പേടിക്കേണ്ടി വന്നില്ല കേട്ടോ മക്കളെ. പിന്നെ ഞങ്ങൾ പൊരിച്ചത്, അതുപോലെ കരിമീൻ പൊരിച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കൊണ്ടുവന്നു. പിന്നെ കുറച്ച് ഓണിയൻ, അതേപോലെ പൊരിച്ചതിൻ്റെ മുകളിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ അതിന് മുകളിൽ ഞങ്ങൾ ലെമണൊക്കെ ജ്യൂസ് ചെയ്തു. പിന്നെ അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, നല്ല രീതിയിൽ വെന്തിട്ടൊക്കെ സൂപ്പറാണ്. അപ്പോൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ നിങ്ങൾ അവിടെ എന്തായാലും കയറുക, അവിടെ നിന്ന് ഫുഡ് കഴിക്കുക. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നേരത്തെ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുഡും അതേപോലെ ഹോം സ്റ്റേയും ഒക്കെ അറേഞ്ച് ചെയ്ത് തരും. പിന്നെ ബോട്ടിലൊക്കെ ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് വന്നാൽ അവർ ബോട്ടിലേക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവർ അവിടേക്ക് സെറ്റാക്കി തരും. പിന്നെ നമ്മൾ യൂട്യൂബേഴ്സ് ആണെന്ന് പറഞ്ഞപ്പോൾ അവർ ഫോണിൽ എന്താണ് നമ്മുടെ ചാനലൊക്കെ നോക്കി ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തു. പിന്നെ അവർ പറഞ്ഞു കേട്ടോ, നേരത്തെ വിളിച്ചിട്ട് വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹോം സ്റ്റേയും അതേപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഇടയ്ക്കുള്ളൊരു ഫുഡ് ഐറ്റംസ്, സ്നാക്സ്, പിന്നെ എന്താണ് ഉച്ചയ്ക്ക് മീൽസ്, നൈറ്റിൽ ഡിന്നർ എല്ലാം അവർ സെറ്റാക്കി തരും. പക്ഷേ ആദ്യം വിളിച്ച് പറയണം. ഞങ്ങൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് പിന്നെ ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ആ ബോട്ടിൽ ആളുണ്ടായിരുന്നു കേട്ടോ. അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഇനിയിപ്പോൾ ഫുഡ് ബോട്ടിലേക്ക് തരണമെങ്കിൽ അങ്ങനെയും തരും. അപ്പോൾ നല്ല അടിപൊളി ഫുഡ്, ടേസ്റ്റ് ഒന്നും എന്താ പറയുക, നമ്മുടെ സ്ഥലം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുഡൊക്കെ പക്ക എന്താണ് ഒക്കെ അവർക്ക് തോന്നിയ പോലെയാണെന്നൊക്കെയാണ് ടേസ്റ്റ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ഞങ്ങൾക്ക് എന്തായാലും നല്ല ടേസ്റ്റ് തന്നെ കിട്ടി. പിന്നെ പോകുമ്പോൾ കാറിൽ ടിഷ്യൂ തീർന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു ഷോപ്പിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോനത് വരുമ്പോൾ അവനത് തിരിച്ച് വാങ്ങി. പിന്നെ പാർക്കിങ് കുറച്ച് കഷ്ടമാണ്. സൈഡൊക്കെ ഉണ്ട്, പക്ഷേ തണലാരും പ്രതീക്ഷിക്കേണ്ട. നല്ല ചുട്ട് വഴുത്ത് കിടക്കുകയായിരുന്നു കാറിൻ്റെ ഉള്ളിൽ കയറിയപ്പം. ഞാൻ പെട്ടെന്നൊന്നും കയറിയിട്ടില്ല. കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമായിട്ടാണ് ഞാൻ കാറിൽ കയറിയത്. ഒന്നാമത്തത് ഫുഡ് കഴിച്ച് അപ്പം തന്നെ കാറിലിരുന്ന നല്ല വൊമിറ്റിംഗ് ആണ് ഞാൻ. പിന്നെ ഭയങ്കര സൈഡായിപ്പോൾ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ റിട്ടേൺ കയറി. പിന്നെ 2 സൈഡിലും എന്താ നേരത്തെ പോലെ തന്നെ വയലാണ്. കുറച്ച് വ്യൂ ഉള്ളത് ഞാൻ നേരത്തെ കാണിച്ചത് കൊണ്ടാണ് കേട്ടോ കുറച്ച് ഫാസ്റ്റ് ആക്കുന്നത് വീഡിയോ. പിന്നെ ഇടയ്ക്ക് വെച്ച് നല്ല ഉറക്കമുറങ്ങി, നല്ല ഫുഡൊക്കെ കഴിച്ച് കള്ളൊക്കെ കുടിച്ച് നല്ലോണം ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ കോട്ടയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇതെവിടെ സ്പോട്ടെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. അപ്പോൾ റോഡ് സൈഡിൽ ഞങ്ങൾ പൈനാപ്പിൾ ജ്യൂസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കായി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ ഒരു പ്ലാവ് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് വീഡിയോ എടുത്തന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് എറണാകുളത്ത് വൈറ്റിലയിൽ ഒരു 1.5 മണിക്കൂർ നല്ല ബ്ലോക്ക് കിട്ടി. അപ്പോൾ ആദ്യം പറയാം കേട്ടോ, എനിക്ക് നല്ല കോൾഡാണ്. അപ്പോൾ വോയിസൊക്കെ പോയിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ഫോണിൽ തന്നെയാണ് റെക്കോർഡിങ് ചെയ്യുന്നത്, എക്സ്ട്രാ മൈക്കൊന്നുമില്ല. അതുകൊണ്ട് വോയിസൊക്കെ ലോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ഗുഡ് നൈറ്റ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.